തിരുവനന്തപുരം കരകുളത്ത് കെ.എസ്.ആർ.ടി.സി ബസ് ക്രെയിനിൽ ഇടിച്ച് അപകടമുണ്ടായി. ഇടിയുടെ ആഘാതത്തിൽ ക്രെയിൻ മറിഞ്ഞു. കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്തും ചേരുന്നു. റിനു, എപ്പോഴായിരുന്നു ഈ അപകടം? ഈ പരിക്കേറ്റ ബസ് ഡ്രൈവറുടെ നില ഇപ്പോൾ എന്താണ്? അല്പസമയം മുമ്പാണ് കരകുളത്ത് അപകടം ഉണ്ടായത്. തിരുവനന്തപുരം നെടുമങ്ങാട് സംസ്ഥാന പാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന ക്രെയിനാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ക്രെയിൻ നിർമ്മാണം നടക്കുന്ന വശത്ത് നിന്ന് റോഡിലേക്ക് കയറുന്ന ഒരു സാഹചര്യം. അപ്പോഴേക്കും പാഞ്ഞെടുക്കുകയായിരുന്നു കെ.എസ്.ആർ.ടി.സി ബസ് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വിതുരയ്ക്ക് പോകുമായിരുന്ന വിതുര ഡിപ്പോയിലെ RRC 940 എന്ന് പറയുന്ന ബസ്സാണ് ഈ ക്രെയിനിലേക്ക് ഇടിക്കുന്നത്. ക്രെയിൻ ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞു വീഴുന്ന അല്ലെങ്കിൽ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ചില്ലുടഞ്ഞ് കെ.എസ്.ആർ.ടി.സി ബസ് ഡ്രൈവറുടെ ദേഹത്തേക്ക് വീഴുകയും അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ക്രെയിനിന്റെ ഓപ്പറേറ്റർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ക്രെയിൻ ഞാൻ റോഡിലോട്ട് ഇറക്കുന്ന സമയത്ത് അവിടുന്ന് ബസ് വരുന്ന കണ്ടായിരുന്നു. പക്ഷെ അയാൾ ചവിട്ടിയില്ല, നേരെ വന്ന് എന്നെ ഇടിച്ചിടുകയായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു? ഞാൻ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. വേറെ പരിക്കൊന്നുമില്ലല്ലോ? പരിക്ക് വലിയ കുഴപ്പമില്ല. എൻ്റെ കാലൊക്കെ ഒന്ന് ഉരഞ്ഞേ ഉള്ളൂ. ഈ ബസ് ഡ്രൈവർക്ക് പരിക്കുണ്ടോ? ബസ് ഡ്രൈവർക്ക് പരിക്കുണ്ടോന്ന് വെച്ചാൽ ഗ്ലാസ് പൊട്ടിയതിന്റെ പരിക്ക്, അത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന് ചില്ലുടഞ്ഞ് ദേഹത്തൊക്കെ വീണ് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് വന്ന മറ്റൊരു ബസ്സിലേക്ക് ഈ ബസ്സിൽ നിന്നുള്ള യാത്രക്കാരെ കയറ്റി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ക്രെയിൻ പൂർണ്ണമായി തകർന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്ന് വേണം ഇതിനെ ഉയർത്തിയെടുക്കുവാൻ. ഒപ്പം കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ നിന്നുള്ള അധികൃതരും എത്തുന്നുണ്ട്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സി അധികൃതർ ഉൾപ്പെടെ എത്തി ഈ ബസ്സും ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.